ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് തസ്ലീനജു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കിങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് ഫ്രൈ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്നെല്ലാം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അതിലേക്ക് 4 മീഡിയം സൈസ് സവാള, 3 മീഡിയം സൈസ് തക്കാളി, 4 പച്ചമുളക്, 1 ഉണ്ട വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 കിലോ ഞണ്ട് നന്നായി ക്ലീൻ ചെയ്തെടുത്തത്. എന്നിട്ട് ഒരു കടായി ഗ്യാസിലേക്ക് വെച്ച് നമുക്ക് ഒന്ന് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഉപ്പും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കതിലേക്ക് തക്കാളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചത് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം മൂടി വെച്ച് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ടാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ നന്നായി വഴണ്ടി കിട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. 2 മിനിറ്റിന് ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞണ്ടിൻ്റെ എല്ലായിടത്തും മസാല എത്തുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു 2 അല്ലി കറിവേപ്പില നന്നായി കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി കറിവേപ്പില ഇല്ലെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ടാലും മതി. പിന്നെ അതിലേക്ക് കുറച്ച് 1 സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.